താൽക്കാലിക വിസിമാർക്ക് തുടരാമെന്ന ഇന്നലത്തെ സുപ്രീം കോടതി ഉത്തരവിൽ ചാൻസലർക്ക് തിരിച്ചടിയാകുന്ന വ്യവസ്ഥകൾ. താൽക്കാലിക വിസിയെയും സർക്കാർ പാനലിൽ നിന്നേ നിയമിക്കാവൂ എന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ്. 6 മാസത്തിനകം സ്ഥിരം വിസിയെ നിയമിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ചാൻസലർക്ക് ഏകപക്ഷീയമായി നിയമനം നടത്താനാകില്ല എന്ന് സർക്കാരിന് അഭിഭാഷകർ നിയമോപദേശവും നൽകിയിട്ടുണ്ട്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, സർക്കാർ പാനലിൽ നിന്ന് മാത്രമേ നിയമിക്കാവൂ എന്ന് സുപ്രീം കോടതിയും പറയുന്നു. പൂജ, ഇന്നലെ സുപ്രീം കോടതി ജസ്റ്റിസ് JB പർഡിവാലയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചായിരുന്നു ഈ കേരളത്തിലെ ഈ താൽക്കാലിക വിസി നിയമനം, അതായത് സാങ്കേതിക സർവകലാശാലയിലെയും അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാലകളിലെയും ഈ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം സംബന്ധിച്ചുള്ള കേസിൽ വാദം കേൾക്കുകയും ഉത്തരവിറക്കുകയും ചെയ്തിരുന്നത്. ഇന്നാണ് ഈ ഉത്തരവിന്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഉത്തരവിൽ ഇന്നലെ കോടതി പറഞ്ഞിരുന്നത് ഈ താൽക്കാലിക നിലവിലുള്ള താൽക്കാലിക വിസിമാരെ തുടരുന്നതിന്, അല്ലെങ്കിൽ അത് ചാൻസലറായ ഗവർണർക്ക് വേണമെങ്കിൽ അവരെ ആ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് പുതിയ വിജ്ഞാപനം പുറത്താക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് ഈ ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം നടത്തേണ്ടത് സാങ്കേതിക സർവകലാശാല ആക്ടിന്റെ 13A വകുപ്പ് പ്രകാരവും ഡിജിറ്റൽ സർവകലാശാല ആക്ടിന്റെ 11(10) വകുപ്പ് പ്രകാരവുമാണ് നടത്തേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വകുപ്പുകൾ പ്രകാരം ഈ സർക്കാർ നൽകുന്ന പട്ടികയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ, പാനലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഗവർണർക്ക് നിയമനം നടത്താൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ സർക്കാരിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകരാണ് അത്തരത്തിലൊരു നിയമോപദേശം നൽകിയിരിക്കുന്നത്. ഫലത്തിൽ ഏകപക്ഷീയമായി ഗവർണർക്ക് താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം നടത്താൻ വേണ്ടി കഴിയില്ല എന്നാണ് ഇപ്പോൾ സർക്കാരിന് ഈ സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകർ നൽകിയിരിക്കുന്ന ഈ നിയമോപദേശത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഗവർണർ അങ്ങനെ ഈ താൽക്കാലിക വൈസ് ചാൻസലർ, അതായത് സിസ തോമസിനെയും അതുപോലെ തന്നെ K ശിവപ്രസാദിനെയും താൽക്കാലിക വിസിമാരായി വീണ്ടും അതുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായും നിയമ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഈ ഉത്തരവിൽ ഇന്നലെ കോടതിയിൽ നിന്ന് പുറത്തു വന്ന, അല്ലെങ്കിൽ കോടതിയിൽ വാക്കാൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ 2 നിയമങ്ങളും വ്യവസ്ഥകളും കൂടി ഇന്നത്തെ ഈ ഉത്തരവിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗവർണർക്ക് വൈകാതെ തന്നെ, ഒരുപക്ഷെ നാളെ രാവിലെ തന്നെ സർക്കാർ ഈ താൽക്കാലിക വൈസ് ചാൻസലർമാരായി നിയമിക്കേണ്ടവരുടെ ഒരു പാനൽ നൽകിയേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ശരി ബാലു, സുപ്രീം കോടതിയുടെ ഉത്തരവ് പുറത്തേക്ക് വരുമ്പോൾ സർക്കാരിന് അനുകൂലമായി കാര്യങ്ങൾ നീങ്ങുന്നു, ഗവർണർക്ക് തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനം.